സർക്കാരിന് ഇപ്പോൾ കഷ്ടകാലമാണെന്നാണ് തോന്നുന്നത്. തോന്നലല്ല, അതാണ് സത്യം. ശബരിമല വിഷയം എന്ന് പൊങ്ങി വന്നോ അന്ന് തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങളൊക്കെയും. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ സർക്കാരിന് നേരെ വിരൽ ചൂണ്ടുന്ന പല തെളിവുകളും പല സാക്ഷിമൊഴികളുമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ അത് മറച്ചുവെക്കാൻ 18 അടവും പയറ്റുകയാണ് സർക്കാർ. തെരഞ്ഞെടുപ്പ് വരെ ഈ വിഷയം ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്നും മാറ്റാൻ കോൺഗ്രസിനെ കരുവാക്കുകയാണ് സർക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. രാഹുൽ വിഷയം അങ്ങ് ആളിക്കത്തിക്കാൻ ശ്രമിച്ചു. പോരാത്തതിന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പല നല്ല പദ്ധതികളും തുടങ്ങുന്നുണ്ട്. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുന്നു, പുതിയ പെൻഷനുകൾ തുടങ്ങുന്നു, അങ്ങനെ എന്തൊക്കെ നാടകങ്ങൾ. എന്നാൽ ആരെയൊക്കെ കരിവാരി തേക്കാൻ നോക്കിയാലും എന്തൊക്കെ നാടകങ്ങൾ കാണിച്ചാലും കേരളത്തിലെ ജനങ്ങൾ ശബരിമലയിലെ സ്വർണം കട്ടത് മറക്കില്ല. അല്ലെങ്കിൽ ഇതിനുള്ള പണി അയ്യപ്പൻ സർക്കാരിന് കൊടുക്കുമെന്നുറപ്പാണ്. ആ പണിയുടെ ഒരു ചെറിയ ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശബരിമല വിഷയത്തിൽ റിമാൻഡിൽ കഴിയുന്ന കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കട്ടിളപ്പാളി കേസിൽ പത്മകുമാറിന് കൃത്യമായ പങ്കുണ്ടെന്ന കാര്യം SITക്ക് നേരത്തെ തന്നെ ബോധ്യപ്പെട്ടിരുന്നു. ഇക്കാര്യം ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലടക്കം ഉണ്ടായിരുന്നു. ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിൽ മാറ്റം വരുത്തിയതും സ്വർണം ചെമ്പാക്കി രേഖപ്പെടുത്തിയതും പത്മകുമാറാണെന്നാണ് SITയുടെ കണ്ടെത്തൽ. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറിയതിൽ ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂട്ടുത്തരവാദിത്വമുണ്ടെന്നാണ് ജാമ്യ ഹർജിയിൽ പത്മകുമാർ പറഞ്ഞിരുന്നത്. മറ്റുള്ളവരെ ഒഴിവാക്കി തന്നെ മാത്രം കുറ്റക്കാരനാക്കുന്നതിലെ എതിർപ്പ് കൂടിയാണ് പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിലൂടെ വ്യക്തമാകുന്നത്. കൂടാതെ മിനിറ്റ്സിൽ ചെമ്പെന്നെഴുതിയതും എല്ലാവരുടെയും അറിവോടെയാണെന്നും പത്മകുമാർ ജാമ്യ ഹർജിയിൽ പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ വാസുവിനോടും പത്മകുമാറിനോടും വിവേചനം കാണിക്കുന്നുവെന്നാണ് പത്മകുമാറിന്റെ ആരോപണം. അതുകൊണ്ട് തന്നെ പത്മകുമാറിന്റെ ജാമ്യ ഹർജി തള്ളിയത് സർക്കാരിന് വലിയ തലവേദനയായിരിക്കുകയാണ്. പത്മകുമാർ അകത്ത് കഴിയും തോറും സർക്കാരിന്റെ നെഞ്ചിൽ തീ കൂടിക്കൂടി വരികയാണെന്നും പറയാം. കാരണം ശബരിമല വിഷയത്തിൽ സർക്കാരിന്റെ പങ്ക് വെളിപ്പെടുത്തുന്ന പല വിവരങ്ങളും പത്മകുമാറിന്റെ കൈക്കലുണ്ട്. അതുകൊണ്ട് തന്നെ പത്മകുമാർ കൂടുതൽ അകത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം പുറത്തു വരുമെന്ന് ഉറപ്പാണ്. ശബരിമലയിലെ കട്ടിളപ്പാളിയിലെ സ്വർണം കടത്തിയതിലാണ് ആദ്യം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത്. അതിൽ റിമാൻഡിൽ കഴിയവെയാണ് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കടത്തിയതിൽ പത്മകുമാർ വീണ്ടും റിമാൻഡിലാകുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിച്ചാലും പത്മകുമാറിന് പുറത്തിറങ്ങാനാകില്ല. ഇപ്പോഴിതാ കേസിൽ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ്. ഡിസംബർ 18-നായിരിക്കും കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജി പരിഗണിക്കുക. എല്ലാവരും പല തവണ ജാമ്യ ഹർജികൾ നൽകിയിട്ടുണ്ടെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യമായിട്ടാണ് ജാമ്യ ഹർജി നൽകുന്നത്.